ഹലോ മൈ ഡിയേഴ്സ്, വേ ടു കൊമേഴ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് FIUGP സെക്കൻഡ് സെമസ്റ്റർ BBAയിലെ ബിസിനസ് എക്കണോമിക്സ് എന്ന പേപ്പറിൽ ഫോർത്ത് മൊഡ്യൂളിലായിട്ടുള്ള മാക്രോ എക്കണോമിക് പോളിസീസാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇതിൻ്റെ കണ്ടിന്യൂഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേയുള്ള കാര്യങ്ങളും CSRഉം ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ എന്തായാലും വീഡിയോസൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് മാക്രോ എക്കണോമിക് പോളിസീസാണ്. മെയിനായിട്ട് ഫിസിക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി, ദെൻ ടൂൾസ്, അതാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, GDP എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, അതായത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എന്നാലും 2 മാർക്കിന് ചെറിയ ഷോർട്ട് എസ്സേക്കൊക്കെ സാധ്യതയുള്ള ഒരു ഏരിയ ആണിത്. ഓക്കെ, ദെൻ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് ഫിസിക്കൽ പോളിസിയാണ്. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഓഫ് മാക്രോ എക്കണോമിക് പോളിസി. മാക്രോ എക്കണോമിക് പോളിസിയിലെ ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് കീ വാരിയബിൾസ് ഓഫ് ദി ഇക്കോണമി. ഇക്കോണമിയുടെ കീ വാരിയബിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് ഫിസിക്കൽ പോളിസിക്ക്. ഓക്കെ, അപ്പോൾ കീ വാരിയബിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് എന്തുവരും ഒരു ഡൗട്ട് തോന്നും അല്ലേ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഇതൊക്കെയാണ് ഇക്കോണമിയുടെ കീ വാരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ എ ബിസിനസ് മാനേജർ യൂസസ് ഇറ്റ് ഫോർ മേക്കിംഗ് വാരിയസ് സ്ട്രാറ്റജിക് ഡെസിഷൻസ്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് മാനേജർ എന്ത് ചെയ്യാറുണ്ട്? ഫിസിക്കൽ പോളിസി ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഇനി മീനിങ് നോക്കൂ. ദ ടേം ഫിസിക്കൽ ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഫിസ്ക്. ഇറ്റ് മീൻസ് എ ബാസ്ക്കറ്റ് ടു സിംബലൈസ് ദ പബ്ലിക് പേഴ്സ് അല്ലേ. ഒരു പബ്ലിക് പേഴ്സിനെ അതിൻ്റെ ഒരു സിമ്പലായിട്ട് കാണിക്കുന്ന ഒരു ബാസ്ക്കറ്റാണ് എന്തെന്ന് പറയുന്നത് ഫിസ്ക്. ആ ഒരു ഫിസ്ക് എന്നുള്ള ഗ്രീക്ക് വേർഡിൻ്റെ മീനിങ്, അതിൽ നിന്നാണ് ഫിസിക്കൽ പോളിസി അല്ലെങ്കിൽ ഫിസ്ക്കൽ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. സോ ദ ഫിസിക്കൽ പോളിസി മീൻസ് ദ പോളിസി റിലേറ്റഡ് ടു ദ ട്രഷറി ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ട്രഷറിയുമായിട്ട് ബന്ധപ്പെട്ടൊരു പോളിസിയാണ് ഫിസിക്കൽ പോളിസി. ഇറ്റ് മീൻസ് the use of taxation and public expenditure by the government for stabilization or growth. ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചറും ടാക്സേഷനും മെയിനായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് ഫിസിക്കൽ പോളിസി. ഇറ്റ് ഈസ് എ പോളിസി ഫോർമുലേറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് എ കൺട്രി in which taxes, expenditure and financial operations are used as a tool to attain certain national goals. Thus, fiscal policy refers to the policy relating to taxation, expenditure and public debt. അല്ലേ, ടാക്സാക്ഷനും എക്സ്പെൻഡിച്ചറും പബ്ലിക് ഡെപ്റ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പോളിസിയാണ് ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചേഴ്സ്, റെസീപ്റ്റുകൾ, ഇതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസിയാണ് ഫിസിക്കൽ പോളിസി. ദെൻ ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ ടൂൾസ് ഫോർ ഫിസിക്കൽ പോളിസി. ഫിസിക്കൽ പോളിസിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്, ടൂൾസ് ഏതാണ്? ബഡ്ജറ്റ് അല്ലേ. അതായത് നമുക്കറിയാം ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസ്റ്റിമേഷനാണ്. ഇനി എന്തൊക്കെ വേണം എന്നുള്ള ഒരു മുൻകൂട്ടി നമ്മൾ തീരുമാനിച്ച് വെക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ബഡ്ജറ്റ്. ഇത് ഫിസിക്കൽ പോളിസി ഓപ്പറേറ്റ് ചെയ്യുന്നത് ത്രൂ ബഡ്ജറ്റിലൂടെയാണ്. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഫിസിക്കൽ പോളിസി ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ പോളിസിയുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് എക്സസൈസസ് കൺട്രോൾ ഓവർ സൈസ് ആൻഡ് റിലേഷൻഷിപ്പ് ഓഫ് ഗവൺമെൻറ് റിസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ്, ടാക്സേഷൻ. It is a powerful instrument of fiscal policy in the hands of public authorities. Tax is the most important source of public revenue അല്ലേ. പബ്ലിക് റവന്യൂവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോഴ്സാണ് എന്തെന്ന് പറയുന്നത് ടാക്സ് എന്ന് പറയുന്നത്. എന്താ ടാക്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ കമ്പൽസറി എക്സ്ട്രാക്ഷൻ ഓഫ് മണി, ഫണ്ട് അല്ലേ, ഫ്രം ദ സൊസൈറ്റി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ സൊസൈറ്റി. അതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സിന്. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഇഷ്ടത്തോട് കൊടുക്കില്ല, അത് നമ്മളെ നിന്ന് പിടിച്ച് വാങ്ങുക തന്നെ വേണം അല്ലേ. അപ്പോൾ ഇറ്റ്സ് എ കമ്പൽസറി എക്സ്ട്രാക്ഷനാണ് ഫ്രം ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ നിന്ന് എക്സ്ട്രാക്ട് നിർബന്ധമായിട്ടും പിടിച്ചെടുക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നിർബന്ധമായും പിടിച്ചെടുക്കുന്ന അല്ലേ, നിർബന്ധപൂർവ്വം പിടിച്ചെടുക്കുന്ന ഒരു തുകയാണ്, എമൗണ്ടാണെന്ന് പറയുന്നത് ടാക്സ്. അപ്പോൾ ടാക്സാണ് പബ്ലിക് റവന്യൂവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം കോമൺ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ടാക്സ് ഉപയോഗിക്കുന്നത്. 2 തരത്തിലുള്ള ടാക്സിന്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഓക്കെ, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇപ്പോൾ ഇല്ല. അതെല്ലാം ഏതിൽ വന്നിട്ടുണ്ട്? GSTയിൽ വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഓരോ ഇൻഡിവിജ്വലും
എന്ത് ചെയ്യേണ്ടതാണ്, അവരുടെ ഇൻകത്തിൻ്റെ മേലെ കൊടുക്കേണ്ട ഡയറക്റ്റായിട്ട് കൊടുക്കേണ്ട ഇൻകം ടാക്സാണ് ഡയറക്റ്റ് ടാക്സിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. ബാക്കി എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളും GSTയുടെ ഗുഡ്സ് ആൻഡ് സെയിൽസ് ആൻഡ് സർവീസ് ടാക്സ് ഉണ്ടല്ലോ അതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചർ റെഫേഴ്സ് ടു എക്സ്പെൻസസ് വിത്ത് ദ ഗവൺമെൻറ് ഇൻകേഴ്സ് മെയിൻറ്റെയിനിങ് ഇറ്റ് സെൽഫ് ആസ് വെൽ ആസ് ഇക്കോണമി ആസ് എ ഹോൾ. അല്ല, ഇക്കോണമിയെ കംപ്ലീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ എക്സ്പെൻസ് ആണോ ഗവൺമെൻറ്റിന് വരുന്നത് ഇത് തന്നെയാണ് നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദെൻ പബ്ലിക് ഡെപ്റ്റ്. വെൻ ഗവൺമെൻറ് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു മാച്ച് ഇറ്റ്സ് പബ്ലിക് റവന്യൂ വിത്ത് പബ്ലിക് എക്സ്പെൻഡിച്ചർ, അല്ലെ, പബ്ലിക് റവന്യൂ പബ്ലിക് എക്സ്പെൻഡിച്ചറും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ കടമെടുത്തേ മതിയാകും, അല്ലേ. അതാണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെഫിസിറ്റ് ഫിനാൻസിങ്. വെൻ ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എക്സീഡ്സ് ദ ഗവൺമെൻറ് റവന്യൂ ഇറ്റ് റിസോർട്സ് ടു ഡെഫിസിറ്റ് ഫിനാൻസിങ്. Deficit financing involve either withdrawing cash balance held in the central bank or by borrowing from the central bank. ഒന്നുകിൽ സെൻട്രൽ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള പണം പിൻവലിക്കുക, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യുക. അതാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് പ്രോസ് ഓർ ആർഗ്യുമെൻറ്റ്സ്, അതായത് അഡ്വാൻറ്റേജ് ഫോർ ഫിസിക്കൽ പോളിസി. ഫിസിക്കൽ പോളിസിയുടെ അഡ്വാൻറ്റേജസ് ആണ്: ഇറ്റ് മൊബിലൈസസ് റിസോഴ്സ് ഫോർ എക്കണോമിക് ഗ്രോത്ത്, ഇറ്റ് ക്യാൻ പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്ത്, ഇറ്റ് എൻഷുവേഴ്സ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, it ensures economic stability, it can increase employment opportunities, it can maintain equilibrium in the balance of payments, it helps to achieve optimum allocation of resources. അല്ലേ, അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ഗ്രോത്ത് ആണ് എന്ത് ചെയ്യുന്നത്, എയിം ചെയ്യുന്നത്, അല്ലേ. ഫിസിക്കൽ പോളിസി കൊണ്ട് എക്കണോമിക് ഗ്രോത്ത് ആണ് എന്ത് ചെയ്യുന്നത്, എയിം ചെയ്യുന്നത്. എക്കണോമിക് ഗ്രോത്ത്, എക്കണോമിക് സ്റ്റെബിലിറ്റി, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അല്ല, എല്ലാ ഏരിയയിലേക്കും ഇൻകവും വെൽത്തും എത്തിക്കുക എന്നുള്ളത്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ വരുന്ന എക്വിലിബ്രിയം, അലൊക്കേഷൻ ഓഫ് റിസോഴ്സിൻ്റെ ഒപ്റ്റിമം അലൊക്കേഷനാണ് അവർ ഉറപ്പ് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഫിസിക്കൽ പോളിസി. നെക്സ്റ്റ് ഇതിന് എന്തുണ്ട്, എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് എഗെയിൻസ്റ്റ് ഫിസിക്കൽ പോളിസിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം ടു ബ്രിങ് ഡിസൈർഡ് റിസൾട്ട്, അല്ലേ. ഒരു പെട്ടെന്ന്, അതായത് ഇപ്പോൾ ഫിസിക്കൽ പോളിസിയിലെ ടൂൾസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണമെന്നില്ല, റിസൾട്ട് കിട്ടണമെന്നില്ല. ലോങ് ടൈം എടുക്കും, അല്ലേ, അതിന് റിസൾട്ട് തീരുമാനിച്ചുറപ്പിച്ച റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി ദ സക്സസ് ഓഫ് ഫിസിക്കൽ പോളിസി വിൽ ഡിപ്പെൻഡ് ഓൺ ദ എബിലിറ്റി ഓഫ് പബ്ലിക് അതോറിറ്റി ടു ഫ്രെയിം ദ കറക്റ്റ് സൈസ് ആൻഡ് നേച്ചർ ഓഫ് ഫിസിക്കൽ പോളിസി ആൻഡ് ഓൾസോ ഡിറ്റർമിൻ ദ ടൈമിംഗ് ഓഫ് ഇറ്റ്സ് അപ്ലിക്കേഷൻ, അല്ലേ. അതായത് പബ്ലിക് അതോറിറ്റിയുടെ എബിലിറ്റിയും അത് അപ്ലൈ ചെയ്യുന്ന ടൈമിങ്ങും ഇതിൻ്റെ സക്സസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻ മോസ്റ്റ് ഓഫ് ദ ഡെവലപ്പിംഗ് കൺട്രീസ് ദ ടാക്സ് ലോസ് ആർ ഹൈലി കോംപ്ലിക്കേറ്റഡ് വിത്ത് വാരിയസ് ടൈപ്പ് ഓഫ് എക്സംഷൻസ് ആൻഡ് ഡിഡക്ഷൻസ്, അല്ലേ. അപ്പോൾ പല രാജ്യങ്ങളിലും ടാക്സ് ലോസ് എന്ന് പറയുന്നത് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. ആയതുകൊണ്ട് ഫിസിക്കൽ പോളിസി സക്സസ് ആവാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. ഇഫ് ദ ഫണ്ട്സ് ജനറേറ്റഡ് ത്രൂ ടാക്സസ് ആൻഡ് അതർ സോഴ്സ് ആർ ഇൻസഫിഷ്യൻറ്റ് ദ അതോറിറ്റി ഹാവ് ടു റിലേ ഓൺ പബ്ലിക് ഡെപ്റ്റ്, അല്ലേ. അതായത് മറ്റുള്ള സോഴ്സസിൽ നിന്നും ടാക്സിലൂടെയൊക്കെ ജനറേറ്റ് ചെയ്യുന്ന ഫണ്ട് ഇൻസഫിഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതോറിറ്റി എന്ത് ചെയ്യണം, പബ്ലിക് ഡെപ്റ്റിലേക്ക് തിരികെ തന്നെ വേണം. Then in democratic countries, execution of fiscal policies is a time consuming process, അല്ലേ. ഡെമോക്രാറ്റിക് കൺട്രീസിലൊക്കെ ഫിസിക്കൽ പോളിസി എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്കണോമിക് പോളിസിയാണ് മോണിറ്ററി പോളിസി. ഇറ്റ് ഈസ് ഫോർമുലേറ്റഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ മോണിറ്ററി അതോറിറ്റീസ് ഓഫ് ദ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ മോണിറ്ററി അതോറിറ്റിയാണ് അത് ഫോർമുലേറ്റ് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ബാങ്കിലൂടെ, അല്ലേ, സെൻട്രൽ ബാങ്ക് വഴി എന്ത് ചെയ്യണം, മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു ടൂളാണ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അതിൽ പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ്സ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, അല്ലേ. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സും ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ടെക്നിക്സും ഉണ്ട്. മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ടൂൾസ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി എന്നായിരിക്കും, അല്ലെങ്കിൽ ടൂൾസ് ഓഫ് മോണിറ്ററി പോളിസി എന്നായിരിക്കും. രണ്ടും ചോദിച്ചാൽ ഒന്ന് തന്നെയാണ് കേട്ടോ. Then quantitative techniques. Quantitative measures are used for controlling and regulating the demand and supply of money, അല്ലേ. അതായത് മണി സപ്ലൈ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷേഴ്സാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഫസ്റ്റ് ബാങ്ക് റേറ്റ് പോളിസി. ബാങ്ക് റേറ്റ് പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്കിന് ഈടാക്കുന്ന ഒരു റേറ്റാണ് ബാങ്ക് റേറ്റ്. അതായത്
കമേഴ്ഷ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ബോറോ ചെയ്യുമ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്കിന് കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് റേറ്റാണ് ബാങ്ക് റേറ്റ്. ഓക്കെ. When the central bank find that inflationary pressures have started emerging within the economy, ഇക്കോണമിയിൽ പണപ്പെരുപ്പം കൂടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലേ, പണപ്പെരുപ്പം ഉണ്ടായിന്ന് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലേഷണറി പ്രഷർ ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ ബാങ്ക് റേറ്റ് കൂട്ടും, അല്ലേ. ബാങ്ക് റേറ്റ് കൂട്ടിയാൽ സെൻട്രൽ ബാങ്ക് റേസ് ദ ബാങ്ക് റേറ്റ്, കമേഴ്ഷ്യൽ ബാങ്ക് ഓൾസോ ദെയർ ലെൻഡിങ് റേറ്റ്. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും? ബാങ്ക് റേറ്റ് കൂട്ടിയല്ലോ സെൻട്രൽ ബാങ്ക്, അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ ലെൻഡിങ് റേറ്റ് കൂട്ടും. ആസ് എ റിസൾട്ട് ബോറോവേഴ്സ് ബോറോ ലെസ് ഫ്രം കമേഴ്ഷ്യൽ ബാങ്ക്. അങ്ങനെ കൂടിയ പലിശ നിരക്കിൽ ആരും പെട്ടെന്ന് ലോൺ എടുക്കണമെന്നില്ല. അപ്പോൾ ആൾക്കാർ ലോൺ എടുക്കുന്നത് കുറയുമ്പോൾ, ബോറോ ചെയ്യുന്നത് കുറയുമ്പോൾ ആൾക്കാരിലേക്ക് എത്തുന്ന മണി സപ്ലൈ കുറയും, അപ്പോൾ ഇൻഫ്ലേഷൻ കുറയും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? റെഗുലേറ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഡിഫ്ലേഷണറി ആണെന്ന് വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? ബാങ്ക് റേറ്റ് കുറക്കും. ബാങ്ക് റേറ്റ് കുറച്ചാൽ കമേഴ്ഷ്യൽ ബാങ്ക് ഇതേപോലെ ലെൻഡിങ് റേറ്റും കുറക്കും. അപ്പോൾ ആൾക്കാർ കൂടുതൽ പൈസ വാങ്ങും, അതിന് ആൾക്കാരിലേക്ക് പൈസ എത്തും. അപ്പോൾ ഈ ഒരു രണ്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ബാങ്ക് റേറ്റ്. നെക്സ്റ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. അതായത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് സെൻട്രൽ ബാങ്ക് അവരുടെ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. വെൻ ദ പ്രൈസ് ആർ റൈസിങ് ആൻഡ് ദർ ഈസ് നീഡ് ടു കൺട്രോൾ ദം. പ്രൈസ് കൂടുന്നുണ്ട്, അപ്പോൾ അതെന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്ക് വിൽ സെൽ സെക്യൂരിറ്റീസ്. സെൻട്രൽ ബാങ്ക് സെക്യൂരിറ്റീസ് വിൽക്കും. ഫോർ പർച്ചേസിങ് ദ സെക്യൂരിറ്റീസ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽ വിഡ്രോ മണി ഫ്രം ദ സെൻട്രൽ ബാങ്ക്. അപ്പോൾ സെല്ല് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റീസ് വാങ്ങണമല്ലോ ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഇൻഡിവിജ്വൽസും ഇൻസ്റ്റിറ്റ്യൂഷൻസും കമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യും. ദസ് ദ ഡെപ്പോസിറ്റ്സ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക് റെഡ്യൂസ്ഡ്. കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് കുറയും. ഹെൻസ് ദേ ആർ നോട്ട് ഇൻ പൊസിഷൻ ടു ലെൻഡ് മോർ ടു പീപ്പിൾ ആൻഡ് ബിസിനസ് കമ്മ്യൂണിറ്റി. അതുകൊണ്ട് തന്നെ ഈ പൈസ എല്ലാം വിഡ്രോ ചെയ്യുമ്പോൾ പിന്നെ കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് അവർക്ക് ലോണ് കൊടുക്കാൻ പറ്റുന്നില്ല, കുറച്ച് ലോണേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആൾക്കാരിലേക്ക് പൈസ എത്തുന്നത് കുറയും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ്, ചേഞ്ചസ് ഇൻ ക്യാഷ് റിസർവ് റേഷ്യോ ആണ് കേട്ടോ. റേഷൻ അല്ല, റേഷ്യോ ആണ്. ഓക്കെ. എവറി ബാങ്ക് ഈസ് റിക്വയർഡ് ബൈ ലോ ടു കീപ്പ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഡെപ്പോസിറ്റ് സെൻട്രൽ ബാങ്ക് റിസർവ് ആസ് റിസർവ്. എല്ലാ കമേഴ്ഷ്യൽ ബാങ്കുകളും സെൻട്രൽ ബാങ്കിൽ ഒരു സഡൻ പെർസെൻറ്റേജ് ഓഫ് ഡെപ്പോസിറ്റ് എന്ത് ചെയ്യണം? റിസർവായിട്ട് കെപ്റ്റ് ചെയ്യണം. വെൻ പ്രൈസ് ആർ റൈസിങ് ദ സെൻട്രൽ ബാങ്ക് റൈസസ് ദ റിസർവ് റേഷ്യോ, അല്ലേ. പ്രൈസ് കൂടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? റിസർവ് റേഷ്യോ കൂട്ടും. അപ്പോൾ ബാങ്ക് കൂടുതൽ സെൻട്രൽ ബാങ്കിൽ കെപ്റ്റ് ചെയ്യേണ്ടി വരും. ആസ് എ റിസൾട്ട് ദ റിസർവ്സ് ആർ റെഡ്യൂസ്ഡ്. അതുകൊണ്ട് അവർ റിസർവ് കുറയും. ആൻഡ് ദ ലെൻഡ് ലെസ്. അപ്പോൾ അവർ എന്ത് ചെയ്യും? ലെൻഡ് ചെയ്യുന്നത് കുറക്കും. ഇൻവെസ്റ്റ്മെൻറ്റ്, ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ്, ഇൻകം ആൻഡ് ഡിമാൻഡ് ഫോൾ. അൾട്ടിമേറ്റ്ലി പ്രൈസസ് ഫോൾ. ഓക്കെ. നെക്സ്റ്റ്, ചേഞ്ച് ഇൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതായത് ക്യാഷ് റിസർവ് റേഷ്യോ പോലെ തന്നെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഗോൾഡ് എന്ത് ചെയ്യേണ്ടതുണ്ട്? ചില ഗോൾഡുകൾ, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഇതൊക്കെ എന്താ ചെയ്യേണ്ടത്? ഒരു സെൻട്രൽ ബാങ്കിൽ ഇത്ര ശതമാനം കെപ്റ്റ് ചെയ്യണം എന്നുണ്ട്. ഓക്കെ. ഇതാണ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. സെയിം തന്നെയാണ് ക്യാഷ് റിസർവ് റേഷ്യോയിൽ വരുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യുക? പ്രൈസ് റൈസ് ആയാലും പ്രൈസ് ലോ ആയാലും ഒക്കെ ചെയ്യുക കേട്ടോ. ദീസ് ആർ ദ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഇനി ക്വാളിറ്റേറ്റീവ് ഓർ സെലക്റ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷർ ആർ മെൻറ്റ് ടു റെഗുലേറ്റ് ഫ്ലോ ഓഫ് ക്രെഡിറ്റ് ഫോർ സ്പെസിഫിക് പർപ്പസ്. സ്പെസിഫിക് പർപ്പസിന് ക്രെഡിറ്റിൻ്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ള മെഷറാണുള്ളത്, ക്രെഡിറ്റ് എന്നുള്ളൊരു ഉദ്ദേശമാണുള്ളത്. ദേ കൺട്രോൾ ദ ഡയറക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്രെഡിറ്റ് ഇൻ ദ ഇക്കോണമി. ഇക്കോണമിയിൽ ഉള്ള ക്രെഡിറ്റിൻ്റെ ഡയറക്ഷനും ഡിസ്ട്രിബ്യൂഷനാണ് കൺട്രോൾ ചെയ്യുന്നത്. റാഷനിങ് ഓഫ് ക്രെഡിറ്റ്, ചേഞ്ചിങ് മാർജിൻ റിക്വയർമെൻറ്റ്സ്, regulation of consumer credit, persuading commercial bank to take measures from time to time as per the directions of the central bank, taking direct action when some commercial banks do not cooperate with the central bank in controlling credit. Okay. നെക്സ്റ്റ്, മോണിറ്ററി പോളിസിയുടെ മെറിറ്റ്സ് എന്താണ്, അതിൻ്റെ ഡിമെറിറ്റ്സ് എന്താണ് നോക്കാം. മെറിറ്റ്സ് നോക്കൂ. ഇറ്റ് സ്റ്റെബിലൈസസ് ദ എക്സ്ചേഞ്ച് റേറ്റ്. എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലൈസ് ചെയ്യുന്നു. പ്രൈസ് ലെവൽ സ്റ്റെബിലൈസ് ചെയ്യുന്നു. ദെൻ റാപ്പിഡ് എക്കണോമിക് ഗ്രോത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഫുൾ എംപ്ലോയ്മെൻറ്റ് അറ്റൈൻ ചെയ്യുക. ദെൻ ഇറ്റ് റെഗുലേറ്റ് ദ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി, അല്ലേ. സർക്കുലേഷൻ ഓഫ് മണിയുടെ വെലോസിറ്റി അതെന്ത് ചെയ്യുന്നു? റെഗുലേറ്റ് ചെയ്യുന്നു. അതായത് സപ്ലൈ കൂടാതെയും അത് കുറയാതെയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. ഡിമെറിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ മണി മാർക്കറ്റ് ഈസ് അൺഓർഗനൈസ്ഡ് ഓർ അണ്ടർ ഡെവലപ്ഡ് ഇറ്റ് വിൽ നോട്ട് മേക്ക് എൻ ഇമ്പാക്ട്. മണി മാർക്കറ്റ്
അൺഓർഗനൈസ്ഡ് ആണ്, അണ്ടർ ഡെവലപ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ മോണിറ്ററി പോളിസി കൊണ്ട് യാതൊരുവിധ കാര്യമില്ല, ഇതിനൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റില്ല. Then it cannot be successfully implemented if the banking system is not well developed. ബാങ്കിങ് സിസ്റ്റം ഡെവലപ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്താവില്ല, അത് സക്സസ്ഫുൾ ആവില്ല. ഇഫ് ദർ ഇസ് ഇൻഫ്ലേഷൻ ഇറ്റ് വിൽ നോട്ട് വർക്ക് പ്രോപ്പർലി. അല്ലെ, ഇൻഫ്ലേഷൻ വല്ലാണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, കൺട്രോൾ അല്ലാത്ത ഇൻഫ്ലേഷൻസ് ഉണ്ടെന്നില്ല, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. Then it is difficult to achieve objectives of monetary policy if the country has adopted deficit financing. അല്ലേ, കൺട്രി ഡെഫിസിറ്റ് ഫിനാൻസിങ് അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു മോണിറ്ററി പോളിസിയുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ഇഫ് ദർ ആർ ഹ്യൂജ് ഇമ്പോർട്ട്സ് ആൻഡ് അൺഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇറ്റ് മേ നോട്ട് ബി എഫക്റ്റീവ്. അല്ലേ, അപ്പോൾ അൺഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ഇമ്പോർട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ എഫക്റ്റ് ചെയ്യണമല്ല. ഇത്രയാണ് അതിൻ്റെ ഡിമെറിറ്റ്സ്. നെക്സ്റ്റ്, ഈ പറയപ്പെട്ട ടൂൾസൊന്നും മതിയാവാതെ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ഡിഫ്ലേഷണറി പീരീഡാണ്, ഫണ്ടൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് അല്ലേ, ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒന്ന് പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഗ്രോ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പറയപ്പെട്ട നോർമൽ ടൂൾസുകളൊന്നും സഫിഷ്യൻ്റ് അല്ല എങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ടൂളാണ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്. ഓക്കെ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എക്കണോമിക് ടൂൾ യൂസ്ഡ് ബൈ country's central bank. The objective of this tool is to help boost the economy when it's struggling. അല്ലെ, ഇക്കോണമി സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഇക്കോണമിയെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള ഹെൽപ്പോട് കൂടിയിട്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് കൊണ്ടുവന്നത്. ഇറ്റ് യൂസ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ഇൻ എ സിറ്റുവേഷൻ വേർ നോർമൽ മെത്തേഡ്സ് ഓഫ് കൺട്രോളിങ് ദി ഇക്കോണമി ലൈക്ക് ലോവറിങ് ഇൻട്രസ്റ്റ് റേറ്റ് ആർ ആൻഡ് എഫ്. നമ്മൾ പറഞ്ഞില്ലേ, ബാങ്ക് റേറ്റ് കുറക്കുക കൂട്ടുക, അല്ലേ, ക്യാഷ് റിസർവ് റേഷ്യോ കുറക്കുക കൂട്ടുക, SLR കുറക്കുക കൂട്ടുക, അങ്ങനെ ചേഞ്ചസ് വരുത്തുക, അതൊന്നും മതിയാവാതെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സെൻട്രൽ ബാങ്ക്. ആ ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്. ഓക്കെ, മീനിങ് നോക്കൂ. ഇറ്റ്സ് എ മോണിറ്ററി പോളിസി ദാറ്റ് എ സെൻട്രൽ ബാങ്ക് മേ അഡോപ്റ്റ് ഇൻ ടൈംസ് ഓഫ് ഇക്കണോമിക് ഇൻസ്റ്റബിലിറ്റി ടു ഇൻട്രൊഡ്യൂസ് മോർ മണി ഇൻ ടു സർക്കുലേഷൻ. മണി സർക്കുലേഷനിലോട്ട് കൂടുതൽ മണി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഫിസിക്കലി പ്രിൻ്റ് എടുത്തിട്ടല്ല, ഡിജിറ്റൽ മണി മേക്ക് ചെയ്തുകൊണ്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിൽ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് നടക്കുന്നത് കേട്ടോ, അതായത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുന്നത്. Then this strategy was first introduced by the Bank of Japan as a means of injecting new money into the economy, thereby easing the quantity and expanding the central bank's balance sheet. ബാങ്ക് ഓഫ് ജപ്പാനിലാണ് ഇൻജെക്റ്റിംഗ് ന്യൂ മണി ഇൻ ടു ദി ഇക്കോണമി എന്നുള്ള കൺസെപ്റ്റോട് കൂടിയിട്ട് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ടു എക്സിക്യൂട്ട് എ ക്വാണ്ടിറ്റി ഈസിങ് സെൻട്രൽ ബാങ്ക്സ് ഗവൺമെൻറ് ബോണ്ട്സ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് ഇൻജെക്റ്റിംഗ് ബാങ്ക് റിസർവ്സ് ഇൻ ടു ദ ഇക്കോണമി. അല്ലേ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്ക് എന്താ ചെയ്യുക, ഗവൺമെൻറ്റിൻ്റെ ബോണ്ട്സും അതർ സെക്യൂരിറ്റീസും ഒക്കെ എന്ത് ചെയ്യും, വാങ്ങുമ്പോൾ പൈസ അങ്ങോട്ട് പോകുമല്ലോ, മനസ്സിലായി. അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, മണി സപ്ലൈ കൂട്ടുന്നത്. Increasing the supply of money provide liquidity to the banking system and lower interest rate further. This allow bank to lend with easier terms. അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ ലിക്വിഡിറ്റി കൂടും, ബാങ്ക് സിസ്റ്റത്തിനുള്ള ലിക്വിഡിറ്റി കൂടും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ആക്കുന്നു വീണ്ടും. അപ്പോൾ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ആക്കി കഴിഞ്ഞാൽ കൂടുതൽ അവർക്ക് ഈസി ടേംസിൽ ലെൻഡ് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെ ആൾക്കാരിലേക്ക് പൈസ എത്തിക്കുന്നു. ഇതാണ് ഇൻജെക്റ്റിംഗ് ന്യൂ മണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രിൻ്റ് എടുക്കുകയല്ല ചെയ്യുന്നത്, ഡിജിറ്റൽ മണി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് എന്താണ്, ടു ഇൻക്രീസ് ദ മണി സപ്ലൈ സോ ആസ് ടു ബൂസ്റ്റ് എക്കണോമിക് ഗ്രോത്ത്. ഈ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചധികം പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ ടു റെഡ്യൂസ് ഇൻട്രസ്റ്റ് റേറ്റ് സോ ദാറ്റ് ബിസിനസ് ആൻഡ് പീപ്പിൾ ക്യാൻ ബോറോ അറ്റ് ലോവർ റേറ്റ്. അല്ലേ, ലോവർ കോസ്റ്റിൽ ബിസിനസ്സും ജനങ്ങൾക്കും അത് എന്ത് ചെയ്യാൻ പറ്റുന്നു, ബോറോ ചെയ്യാൻ പറ്റുന്നു ലോവർ ഇൻട്രസ്റ്റ് റേറ്റിൽ. ദെൻ ടു ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ലോവർ കോസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു, വാങ്ങാൻ പറ്റുന്നു, ലോണ് ചീപ്പറായിട്ട് അവൈലബിൾ ആവുന്നു. ടു എൻകറേജ് സ്പെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് സോ ദാറ്റ് എക്കണോമി ഗ്രോ ചെയ്യുകയാണല്ലോ, സ്പെൻഡിങ് ഇൻവെസ്റ്റ്മെൻറ്റും എൻകറേജ് ചെയ്യുന്നു. ടു പ്രിവെൻറ്റ് ഡിഫ്ലേഷൻ, falling of prices and people delay purchase in hopes of further fall price. Okay, then to help rise price of financial assets like stocks and bonds. Next, എങ്ങനെയാണ് QE വർക്ക് ചെയ്യുന്നത്, ക്രിയേറ്റിംഗ് മണി. The central bank does not physically print more cash but instead create digital money. ഫിസിക്കലി അവർ പ്രിൻ്റ് ചെയ്യല്ല, എന്താ ചെയ്യുന്നത്, അതിന് പകരം ഡിജിറ്റൽ മണി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മണി എന്ത് ചെയ്യുന്നു, അല്ലേ, ഈ ബോണ്ട്സും ഫിനാൻഷ്യൽ അസറ്റുകളൊക്കെ ബാങ്കിൽ നിന്ന് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ വാങ്ങുന്നു. അപ്പോൾ അതുവഴി ജനങ്ങളിലേക്ക് പൈസ എത്തുന്നു കേട്ടോ. ദെൻ ബൈയിങ് ബോണ്ട്സ്,
When the central bank buy bonds, it gives money to the bank in exchange of for those bonds. This increases money supply in the economy. As banks get more money, they are more willing to lend. അതായത് ഇവർ ബോണ്ട് വാങ്ങുമ്പോൾ ബാങ്കിലേക്കും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെ പൈസ എത്തുന്നു അല്ലേ. ബാങ്കിലേക്ക് പൈസ എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, ലെൻഡ് ചെയ്യാൻ തയ്യാറാവുന്നു. അപ്പോൾ ജനങ്ങളിലേക്ക് ക്യാഷ് എത്തുന്നു. ലോവറിങ് ഇൻട്രസ്റ്റ് റേറ്റ് ബൈ ബൈയിങ് ബോണ്ട്സ് ദ സെൻട്രൽ ബാങ്ക് ഇൻക്രീസസ് ദെയർ പ്രൈസ് വിച്ച് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ദോസ് ബോണ്ട്സ്. അതായത് പ്രൈസ് കൂട്ടുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ കുറയുന്നു. ദിസ് ലീഡ് ടു ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ത്രൂ ഔട്ട് ദി ഇക്കോണമി, make it cheaper to borrow money. For example, business might borrow money to build new factories, or people might borrow money to buy house or car. അല്ലേ, ആൾക്കാർ എന്തിനാണ് കടം വാങ്ങുന്നത്? ബിസിനസ് കടം വാങ്ങുന്നത് പുതിയ ഫാക്ടറീസ് ഉണ്ടാക്കാനും. ജനങ്ങൾ പൈസ ബോറോ ചെയ്യുന്നത് വീട് വാങ്ങുന്നതിനും കാറ് വാങ്ങുന്നതിനൊക്കെ. then encouraging spending with more money available in low interest rate. ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ more money അവൈലബിൾ ആയി കഴിഞ്ഞാൽ business and consumers are more likely to spend and invest. This can help economic grow and create jobs. അല്ലേ, അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു, സ്പെൻഡ് ചെയ്യാനും അവർ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നോക്കുന്നു. അത് എക്കണോമിക് ഗ്രോത്തിലേക്കും ജോബ് ക്രിയേഷനിലേക്കൊക്കെ നയിക്കുന്നു. നെക്സ്റ്റ് അഡ്വാൻറ്റേജ്, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നു. എൻകറേജ് സ്പെൻഡിങ് എൻകറേജ് ചെയ്യുന്നു. റിസ്ക് ഓഫ് ബാങ്കിൻ്റെ റിസ്ക് കുറയുന്നു. അസറ്റ് പ്രൈസ് ബൂസ്റ്റ് ചെയ്യുന്നു. അല്ല, ഇത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി റിസ്ക് ഓർ ഡിസഡ്വാൻറ്റേജ്, കോസസ് ഇൻഫ്ലേഷൻ. കൂടുതൽ പൈസ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ ഇൻഫ്ലേഷനുള്ള സാധ്യതയുണ്ട്. കോസസ് സ്റ്റാഗ്ഫ്ലേഷൻ. എന്താ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു റൈസ് ഇൻ ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ലിവിങ് വിതൗട്ട് ഈൽഡിങ് സഫിഷ്യൻറ്റ് എക്കണോമിക് ഗ്രോത്ത് ഇല്ലാതെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും അല്ലേ കൂടുക. കോസ്റ്റ് ഓഫ് ഗുഡ്സും കോസ്റ്റ് ഓഫ് ലിവിങ്ങും ഒക്കെ കൂടുന്ന ആ ഒരു സിറ്റുവേഷനാണ് സ്റ്റാഗ്ഫ്ലേഷൻ. അപ്പോൾ അതിന് കാരണമാവുന്നു. റെഡ്യൂസസ് ദ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ കുറയാൻ കാരണമാവുന്നു. വെൽത്ത് ഇനിക്വാലിറ്റി, ആരുടെ കയ്യിലാണോ അസറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അവരുടെ കയ്യിൽ തന്നെയാണ് ഫണ്ടും കൂടുതലായിട്ട് എത്തുന്നത്. അപ്പം വെൽത്ത് ഇനിക്വാലിറ്റിയിലേക്ക് നയിക്കുന്നു. ഡിമിനിഷിങ് റിട്ടേൺസ് കിട്ടുന്നത് കുറയുന്നു. കൂടുതൽ മണി ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്, ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ക്യാഷ് ഇങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, റിട്ടേൺ കിട്ടണം എന്നില്ല. പൈസ കൂടുതലുണ്ടല്ലോ, പിന്നെ ബോറോ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളൊരു ഒരു എയിമാണ്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു എക്കണോമിക് പോളിസിയിലുള്ളത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഓക്കെ, നോ കൺട്രി ഈസ് സെൽഫ് സഫിഷ്യൻറ്റ്. എവറി കൺട്രി ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ അതർ കൺട്രീസ് ഫോർ സം ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റണമെന്നില്ല. റിസോഴ്സ് ഉണ്ടായിരിക്കും, പക്ഷെ അതിനുള്ള മെഷീനറീസ്, പ്ലാന്റുകൾ അല്ലേ, ആ ഒരു കോസ്റ്റ് ഒക്കെ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യത്ത് നമുക്ക് പല കാര്യങ്ങൾക്കും ആശ്രയിച്ചേ പറ്റൂ. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള, അതായത് നമ്മുടെ രാജ്യവും റെസ്റ്റ് ഓഫ് ദ വേൾഡ്, രണ്ടല്ല ബാക്കിയുള്ള അതർ കൺട്രീസ് അല്ലേ, ആ തമ്മിലുള്ള എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്ന ഒരു റെക്കോർഡാണ്, അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. സമ്മറിയാണ് അല്ലേ. ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദ സമ്മറി ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് between the country and the rest of the world a given period. It is a record of all the financial transactions made between a country and the rest of the world. It shows how money flows in and out of the country throughout imports, exports, investment, loans and other international financial activities. International financial activitiesiലൂടെ എങ്ങനെയാണ് പൈസ പോകുന്നത്, എങ്ങനെയാണ് പൈസ വരുന്നത്, ഈ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാനുള്ള സമ്മറിയാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുക. കമ്പണൻസ് 3 കമ്പണൻസ് ആണുള്ളത്. കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട്സും എക്സ്പോർട്സ്, ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഇമ്പോർട്ട്സ്, എക്സ്പോർട്സ്, പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഇൻകം അല്ലേ, സാലറി ആയിട്ടൊക്കെ കിട്ടുന്ന ഇൻകം, പിന്നെ അതേപോലെ കറണ്ട് ട്രാൻസ്ഫേഴ്സ്, ഈ 3 ചേർന്നതാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്താണെന്ന് നമുക്കറിയാം, കയറ്റുമതിയും ഇറക്കുമതിയാണ്. ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദിസ് ഇൻക്ലൂഡ് പേയ്മെൻറ്റ് എ കൺട്രി റിസീവ്സ് മേക്ക് ഫോർ തിങ്സ് ലൈക്ക് സാലറീസ്, വേജസ് അല്ലേ. ഒരു കൺട്രി അവർ ചെയ്തു കൊടുത്ത സർവീസിന് സാലറിയോ വേജസോ ഡിവിഡൻറ്റോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻകം എന്ന് പറയുക. ദെൻ കറൻസി, ഈ ഒരു കൺസെപ്റ്റിൽ ഇൻകം. കറണ്ട് ട്രാൻസ്ഫേഴ്സ് ദിസ് ഇൻവോൾവ് മണി ദാറ്റ് ഫ്ലോസ് ഇൻ ടു ഓർ ഔട്ട് ഓഫ് ദ കൺട്രി വിത്തൗട്ട് എനി ചേഞ്ച് ഓഫ് ഗുഡ്സ് ആർ സർവീസസ് സച്ച് ആസ് റെമിറ്റൻസ്, മണി സെൻഡ് ബൈ വർക്കേഴ്സ് അബ്രോഡ്
ടു ദെയർ ഫാമിലി ബാക്ക് ഹോം അല്ലേ. അതായത് വിദേശത്ത് പണിയെടുക്കുന്നവർ അവരുടെ വീട്ടിലേക്ക് കൊടുത്തയക്കുന്നത് റെമിറ്റൻസ് ആണ്. പിന്നെ ഫോറിൻ എയ്ഡുകൾ, അതായത് അതർ കൺട്രീസിൽ നിന്ന് കിട്ടുന്ന ഹെൽപ്പുകൾ, ഇതെല്ലാം കറണ്ട് ട്രാൻസ്ഫേഴ്സിൽ വരുന്നതാണ്, റെക്കോർഡ് ചെയ്യപ്പെടും. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ആൻഡ് ലയബിലിറ്റി റിലേറ്റഡ് ട്രാൻസാക്ഷൻസിനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുക. ഓക്കെ. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്, ലോൺസ് ആൻഡ് ബോറോവിങ്സ്, ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ഇതെല്ലാം ഇതിൽ വിടും, ക്യാപിറ്റൽ അക്കൗണ്ട്സിൽ വിടും. ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് ഓഫ് ദ ഓവറോൾ BOP, അതായത് സം ഓഫ് കറണ്ട് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് എറേഴ്സ് ആൻഡ് ഒമിഷൻ ഈസ് സർപ്ലസ് ആണ് എന്നുണ്ടെങ്കിൽ, ഇല്ല ഇതിൻ്റെ എല്ലാം ടോട്ടൽ ചെയ്തിട്ട് ഓവറോൾ BOP കിട്ടുന്നത് സർപ്ലസ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്ന എന്തിനാണ്? യൂസ്ഡ് ഫോർ റീപേയിങ് ബോറോവിങ്സ് ഫ്രം IMF-ൽ നിന്ന് കടം എടുത്തിട്ടുണ്ടെങ്കിൽ അത് റീപേ ചെയ്യാൻ. ദെൻ ദ ബാലൻസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഒഫീഷ്യൽ റിസർവ്, ബാലൻസ് ആണ് ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. കോൺസിക്വൻ്റ്ലി ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് ഓർ ഒഫീഷ്യൽ സെറ്റിൽമെൻറ്റ് അക്കൗണ്ട് ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ഒഫീഷ്യൽ സെറ്റിൽമെൻറ്റ് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യും. ഓൺ ദ കോൺട്രറി, നേരെ തിരിച്ചാണെങ്കിൽ, അതായത് വെൻ ദ ഓവറോൾ ബാലൻസ് ഈസ് ഫൗണ്ട് ഡെഫിസിറ്റ്, ഓവറോൾ ബാലൻസ് കുറവാണ്, ഡെഫിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മോണിറ്ററി അതോറിറ്റീസ് അറേഞ്ച് ഫോർ ദ ക്യാപിറ്റൽ ഫ്ലോസ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സ് ലൈക്ക് ബോറോവിങ് ഫ്രം IMF ഓർ ഒഫീഷ്യൽ ബോറോവിങ്ങിൽ നിന്നോ IMF-ൽ നിന്ന് എന്ത് ചെയ്യും? കടമെടുക്കുന്നു ടു മേക്ക് അപ്പ് ദ ഡെഫിസിറ്റ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ, മേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇമ്പോർട്ടൻസ്, BOP-യുടെ ഇമ്പോർട്ടൻസ്, എക്കണോമിക് ഹെൽത്ത്, ദെൻ കറൻസി വാല്യൂ, BOP-ൻ്റെ കറൻസിയുടെ വാല്യൂ. ഓക്കെ. ദെൻ ഗവൺമെൻറ് ഡെസിഷൻ, ഗവൺമെൻറ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ദെൻ ഇനി ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ബാലൻസ് ഓഫ് ട്രേഡും തമ്മിലുള്ള വ്യത്യാസം ഒന്നുമില്ല. ബ്രോഡ് കൺസെപ്റ്റ് എപ്പോഴും ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണ്. ബാലൻസ് ഓഫ് ട്രേഡ് ജസ്റ്റ് എക്സ്പോർട്ടും ഇമ്പോർട്ടുകളും മാത്രം, ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും മാത്രം കൺസിഡർ ചെയ്യുന്നതാണ് ബാലൻസ് ഓഫ് ട്രേഡ്. എന്നാൽ ബ്രോഡ് കൺസെപ്റ്റാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കേട്ടോ. Balance of payment is a broader concept that records all financial transactions between country and the rest of the world. It includes not only the trade in goods and services but also money flows relating to investment, loans, remittance. And the balance of trade is a smaller part of balance of payment. Balance of payment is smaller part ആണ് balance of trade. It refers specifically to the difference between value of a country's export and import. രാജ്യത്തിൻ്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദർ ആർ മെയിൻലി 2 കമ്പോണൻസ് ഓഫ് BOP-ക്ക് 2 കമ്പോണൻ്റ് ഉണ്ട് മെയിനായിട്ട്, കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. എന്നാൽ അത്തരത്തിലുള്ള കമ്പോണൻസ് ഒന്നുമില്ല. അതർ ഹാൻഡ് അതിന് പകരമായിട്ട് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഗുഡ്സ് നോക്കും. ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ സർവീസസ്, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ. നെക്സ്റ്റ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രൊവൈഡ് ഫുൾ പിക്ചർ ഓഫ് ഓൾ ഇക്കണോമിക് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ കൺട്രി ആൻഡ് ഔട്ട്സൈഡ് ദ കൺട്രി. രാജ്യത്തിൻ്റെയും മറ്റൊരു രാജ്യങ്ങളും തമ്മിലുള്ള ട്രാൻസാക്ഷനെ കുറിച്ചിട്ട് ഒരു ഓവറോൾ ഫുൾ പിക്ചർ കൊടുക്കാൻ പറ്റുന്നു ബാലൻസ് ഓഫ് പേയ്മെൻറ്റിന്. എന്നാൽ അങ്ങനെ പറ്റുന്നില്ല ഇതിൽ ബാലൻസ് ഓഫ് ട്രേഡിൽ. ദെൻ എ കൺട്രി ക്യാൻ ഹാവ് എ BOP സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. എ സർപ്ലസ് മീൻസ് മോർ മണി ഈസ് കമ്മിങ് ഇൻ ടു കൺട്രി ദാൻ ഗോയിങ് ഔട്ട്, അല്ലേ. അതായത് ഡെഫിസിറ്റ് ഉണ്ടാവും, സർപ്ലസ് തന്നെ കൂടുതൽ ക്യാഷ് ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത്. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ക്യാഷ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോറിനിലേക്കാണ് പോയിട്ടുള്ളത്. ഓക്കെ. എന്നാൽ ബാലൻസ് ഓഫ് ട്രേഡിലുള്ളത് കൺസിഡർഡ് പോസിറ്റീവ് ഇഫ് എ കൺട്രി എക്സ്പോർട്ട്സ് മോർ ഗുഡ്സ് ദാൻ ഇമ്പോർട്ട്സ്. ഇമ്പോർട്ട്സിനെക്കാട്ടിലും ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. അതായത് ഇമ്പോർട്ടാണ് കൂടുതൽ നടക്കുന്നതെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ്, എക്സ്ചേഞ്ച് റേറ്റ്സ് ആണ്. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം 1 ഇന്ത്യൻ റുപ്പീസ് ഈക്വൽ ടു ഇത്ര ഡോളർ എന്ന് പറയില്ലേ, ആ ഒരു എക്സ്ചേഞ്ച് റേറ്റിനെയാണ്, എന്തെന്ന് പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റ്. മാർക്കറ്റിൽ ഫോറിൻ എക്സ്ചേഞ്ച് ട്രേഡ് ചെയ്യുമ്പോൾ ഉള്ള റേറ്റാണ് എക്സ്ചേഞ്ച് റേറ്റ്. ഇറ്റ് ഈസ് ദ പ്രൈസ് ഓഫ് കറൻസി, വൺ കറൻസി ഇൻ ടേംസ് ഓഫ് അനദർ. ഒരു കറൻസി മറ്റൊരു കറൻസിയുടെ ടേംസിൽ പറയുന്ന അതിൻ്റെ പ്രൈസിനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുക. ഓക്കെ. ഇറ്റ്സ് കറൻസീസ് ആർ ട്രേഡ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് at an exchange rate. Exchange rate is the price of one currency in terms of another. Okay. Next, foreign exchange rate quotation. Foreign exchange quotation is the price of currency expressed in the unit of another currency. Foreign exchange quotation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറൻസിയുടെ പ്രൈസ് എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ദി യൂണിറ്റ്സ് ഓഫ് അനദർ കറൻസി, മറ്റൊരു കറൻസിയുടെ യൂണിറ്റ്സിൻ്റെ ബേസിലാണ്. ഡയറക്റ്റ് കൊട്ടേഷനും ഉണ്ട്, ഇൻഡയറക്റ്റ് കൊട്ടേഷനും ഉണ്ട്. അത് ഡയറക്റ്റ് കോട്ടും ഉണ്ട്, ഇൻഡയറക്റ്റ് കോട്ടും ഉണ്ട്. ഡയറക്റ്റ് കോട്ടിൽ പറയുന്നത് ഇറ്റ് ഗീവ്സ് യൂണിറ്റ് ഓഫ് ലോക്കൽ കറൻസി
പെർ യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി അല്ലേ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു നോക്കൂ, ₹68 is equal to $1. ലോക്കൽ കറൻസിയെ എന്ത് ചെയ്യുന്നു, പെർ യൂണിറ്റ് ഓഫ് അനദർ കറൻസി എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കണക്കാക്കുന്നത്. ദിസ് മീൻസ് $1 കുഡ് ബി ബോട്ട് ഫോർ ₹68. $1 കൊണ്ട് 68 രൂപ വാങ്ങാൻ കഴിയും. The direct quotes show the number of Indian rupees required to buy 1 unit of foreign currency. അല്ലെ, നമ്പർ ഓഫ് ഇന്ത്യൻ റുപ്പി, അതായത് ഹോം റുപ്പി എത്ര നമ്പറാണെന്നുള്ളത് ഉണ്ടാവും. ആ ഒരു എമൗണ്ട് ആവശ്യമാണ് ടു ബൈ യൂണിറ്റ് ഓഫ് വൺ കറൻസി, മറ്റൊരു യൂണിറ്റ് കറൻസിയുടെ 1 യൂണിറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ₹60 is equal to $1. ദെൻ നെക്സ്റ്റ് ഇൻഡയറക്റ്റ് കൊട്ടേഷൻ. ഇൻഡയറക്റ്റ് കൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഫോറിൻ കറൻസി ദാറ്റ് ക്യാൻ ബി പർച്ചേസ്ഡ് ഫോർ 1 ഇന്ത്യൻ റുപ്പി. ഫോറിൻ കറൻസി ഇത്ര വേണം ഒരു ഇന്ത്യൻ റുപ്പി പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ 68 is equal to $1 എന്നാണല്ലോ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ. അതിവിടെ വരുമ്പോൾ നോക്കൂ, ഇന്ത്യയിൽ അല്ലേ 14 പൈസ മതി അല്ലേ, $0.0147, $0.0147 മതി 1 റുപ്പി വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. കിട്ടുന്നത് 1/68 ആണ് കേട്ടോ. ദിസ് മീൻസ് വിത്ത് 1 ഇന്ത്യൻ റുപ്പി വി ക്യാൻ ബൈ $0.0147. Thus, indirect quote express foreign currency per home currency. ഫോറിൻ കറൻസിയെ പെർ ഹോം കറൻസിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ് കോട്ട്. നെക്സ്റ്റ് ക്രോസ് എക്സ്ചേഞ്ച് റേറ്റ്. ക്രോസ് എക്സ്ചേഞ്ച് റേറ്റിൽ പറയുന്നത് 2 കറൻസികൾ എടുക്കും, എന്നിട്ട് അത് ആ ഓരോ കറൻസിയും തേർഡ് കറൻസിയുമായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, അതായത് എ എന്ന് പറയുന്നൊരു കറൻസി, ബി എന്ന് പറയുന്നൊരു കറൻസി, സി എന്ന് പറയുന്ന കറൻസി. എ എന്ന് പറയുന്ന കറൻസി സി എന്ന കറൻസിയുമായിട്ട് കമ്പയർ ചെയ്യും, ബി എന്ന് പറയുന്ന കറൻസിയും സി എന്ന് പറയുന്ന കറൻസിയുമായിട്ട് എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. ഓക്കെ, ഇതിനെയാണ് ക്രോസ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്, ക്രോസ് റേറ്റ് എന്ന് പറയാം. എങ്ങനെയുള്ള തേർഡ് കറൻസിയാണ് വെഹിക്കിൾ കറൻസി എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ്, അതായത് സ്പോട്ട് മാർക്കറ്റിൽ നിശ്ചയിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റിനെയാണ് സ്പോട്ട് മാർക്കറ്റ്, ഇതിനെ സ്പോട്ട് റേറ്റ് എന്നും കൂടെ പറയും. നെക്സ്റ്റ് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ്, അതായത് ഫോർവേഡ് റേറ്റ്, അതായത് ഫ്യൂച്ചറിൽ ഞാൻ ഇത്ര പർച്ചേസ് ചെയ്തോളാം അല്ലെങ്കിൽ ഞാനിത് ഇത്ര വിറ്റോളാം എന്ന് 2 പേരും കൂടി അഗ്രി ചെയ്യുകയാണ്. അഗ്രി ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ വാങ്ങാൻ പോകുന്ന പ്രോഡക്റ്റിന്, ഗൂഡ്സിന് അല്ലെങ്കിൽ ആ എമൗണ്ടിനെ അവർ ഒരു തുക നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിനെയാണ് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജി ഡി പി. ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ടോട്ടൽ വാല്യൂ ഓഫ് എവറിത്തിങ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി. ഈ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാറ്റിൻ്റെയും ടോട്ടൽ വാല്യൂ ആണ് ജി ഡി പി, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. Then it is the money value of all final goods and services produced by normal residents, national residing in a country, in an accounting year in the territory of a country. രാജ്യത്തിൻ്റെ ടെറിട്ടറിയിലെ ഒരു അക്കൗണ്ടിങ് ഇയറിൽ നോർമൽ റെസിഡൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ഒരു ഫൈനൽ ഒരു വാല്യൂ, മണി വാല്യൂ ആണ് ജി ഡി പി എന്ന് പറഞ്ഞാൽ ഷോർട്ട്. GDP is the total value of all goods and services produced by in a country within a specific time period, usually a year or a quarter. GDP is like overall scorecard of the country economy. Let us see how much economic activity. Next, measurement of GDP. GDP നമുക്ക് 3 തരത്തിൽ മെഷർ ചെയ്യാം. പ്രൊഡക്ഷൻ മെത്തേഡും, ഇൻകം മെത്തേഡും, എക്സ്പെൻഡിച്ചർ മെത്തേഡും. അതായത് ടോട്ടലി പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും കണക്കിലൂടെ നമുക്ക് വാല്യൂയിലൂടെ നമുക്ക് പ്രൊഡക്ഷൻ മെത്തേഡ് നടത്താം. ആൻഡ് ദിസ് മെത്തേഡ് ജി ഡി പി ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ഇൻകം പീപ്പിൾ ഏൺ ഫ്രം പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിൽ നിന്ന് ജനങ്ങൾ ഏൺ ചെയ്തിട്ടുള്ള ഇൻകം, അതിൻ്റെ ബേസിലും ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ജി ഡി പി ഈസ് എ measured by adding the amount spent by the people, business and government to goods and services. ഗുഡ്സ് ആൻഡ് സർവീസിന് മുകളിൽ ഗവൺമെൻറ്റും ബിസിനസ്സും പീപ്പിളും സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് അതിൻ്റെ ബേസിൽ മെഷർ ചെയ്യുന്നതാണ് ജി ഡി പി അറ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. നെക്സ്റ്റ് നോമിനൽ വേഴ്സസ് റിയൽ ജി ഡി പി.
നോമിനൽ ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഇയറിലാണോ ജി ഡി പി മെഷർ ചെയ്യുന്നത് ആ ഇയറിലെ പ്രൈസാണ് കറൻറ്റ് പ്രൈസ്. ആ കറൻറ്റ് പ്രൈസാണ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടി കൂട്ടുന്നത്. ഓക്കെ, അതാണ് നോമിനൽ ജി ഡി പി. റിയൽ ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ലെവൽ ചേഞ്ചസ് മെയിൻ ചെയ്തുകൊണ്ട് in relation to some chosen year, price is called real GDP. Thus, real GDP is a nominal GDP adjusted for inflation. Nominal GDP തന്നെയാണ്, പക്ഷേ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രൈസ് ലെവൽ ചേഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് റിയൽ ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ജി ഡി പി ഡിഫ്ലേറ്റർ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ പ്രൈസ് ലെവൽ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡിങ് എ കൺട്രീസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. രാജ്യത്തിൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഉൾപ്പെടെയുള്ള ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും പ്രൈസ് ലെവൽ അത് മെഷർ ചെയ്യാനുള്ളതാണ് ജി ഡി പി ഡിഫ്ലേറ്റർ. ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ഹൗ മച്ച് ഓഫ് ദ ചേഞ്ച് ഇൻ ജി ഡി പി ഫ്രം വൺ ഇയർ ടു ദ നെക്സ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ഹൗ മച്ച് ഓഫ് ദ ചേഞ്ച് ഇൻ ജി ഡി പി ഫ്രം വൺ ഇയർ ടു നെക്സ്റ്റ് ഇയർ ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ട് ഒരു ഇയറിൽ നിന്ന് മറ്റൊരു ഇയറിലേക്ക് മാറുമ്പോഴത്തേക്ക് പ്രൈസിൽ എത്ര ജി ഡി പിയിൽ എത്ര ചേഞ്ച് വന്നു എന്ന് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് ജി ഡി പി ഡിഫ്ലേറ്ററിൻ്റെ എയിം. ഓക്കെ, റാദർ ദാൻ ചേഞ്ചസ് ഇൻ ദ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്. അതായത് പ്രൈസിൽ വരുന്ന ചേഞ്ച്, അല്ലാതെ പ്രൊഡ്യൂസ് ചെയ്തുള്ള ഗുഡ്സിൻ്റെ സർവീസസിൽ വരുന്നുള്ള ആക്ച്വൽ ക്വാണ്ടിറ്റിയിൽ വരുന്നുള്ള ചേഞ്ച് അല്ല. ഇൻ സിമ്പിൾ ടേംസ്, ജി ഡി പി ഡിഫ്ലേറ്റർ ഷോ how much the price of everything produced in economy have increased or decreased. ജി ഡി പി എങ്ങനെയാണ്, ജി ഡി പി ഡിഫ്ലേറ്റർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100. For example, if the GDP deflator is 120, it means that on average price has increased 20% and compared to the base year, it is measure of inflation and helps to distinguish between changes in production and changes in price level within the economy. ഓക്കെ, ഇത്രയാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് നോക്കാനുള്ളത്. നന്നായിട്ട് വീഡിയോ നിങ്ങൾ കാണാം. ഓക്കെ, ശരി, താങ്ക് യു.